3 കുട്ടികളുടെ അമ്മ 20 വയസ്സുകാരന്റെ കൂടി ഒളിച്ചോടും. സുധാര നമ്മളെ നാട്ടിലാ നോക്കിയേ. അല്ല കോട്ടയത്ത്. ആ ബിജിച്ചൊക്കെ പെണ്ണ് കാണാൻ പോക്ക് കുറവാന്ന് തോന്നുന്നല്ലേ? തോന്നപ്പ ആരും എന്നെ വീട്ടിലേക്ക് ബൈജോയ് ചെയ്തൊന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ. ഒരു കല്യാണം മുടക്കിട്ട് എത്ര കാലായപ്പ. എന്നേനും മോനെ ചേട്ടാ ഈ ബിജു ഏട്ടന്റെ വീട് എവിടെയാ? 3-4 ബിജു ഉണ്ടല്ലോ പേടാ. എനിക്ക് വീട്ടുപേരെങ്ങനെ അറിയാ? പുത്തമ്പുരയില് ബിജു. നമ്മളെ ബിജു. ഏട്ടാ ചാവി തരില്ല. മോനെ ഓനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇന്നൊന്നും തീരൂല. എന്നാലും നമ്മൾ ചുരുക്കി പറഞ്ഞുതരാം എനിക്ക്. ഏട്ടാ ഞാനെന്തിനാ അപ്പൊ ഓനെ പറ്റി അറിയുന്നത്? നിങ്ങൾ ചാവി താപ്പാ ഞാൻ ഓനില്ലാതെ ശീലങ്ങളില്ല മോനെ. വെള്ളാടി കഞ്ചാവ്. ഏട്ടാ ഞാൻ ഡെലിവറി. കഞ്ചാവ് ഡെലിവറിയിലുണ്ടോ? ബാക്കി കേക്ക് പറഞ്ഞു കൊടുക്ക നീ. പെണ്ണ് കൂടിയുണ്ടെന്നാ കേട്ടെ. ഇങ്ങനത്തെ ആയിരിക്കെങ്കിലും പെണ്ണ് കെട്ടിച്ചു കൊടുക്കുവാരെങ്കിലും. മോനും കൊടുത്തൊരു പെങ്ങള് വയ്യാതാരായി പോവും മോനെ. എടോ ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറിക്ക് വന്ന ചാവി ഇങ്ങന്നാ. ഓരോ അമ്മാവൻ പറയുന്നില്ലേ. എന്നാലും മോനൊന്നും അറിയുന്ന നല്ല. ഓൻ്റെ ഒക്കെ കണ്ടാൽ തന്നെ നിൽക്കും പെണ്ണ് കിട്ടൂല. പറഞ്ഞ നന്നായി അമ്മാവ. ഞാൻ ഓന്റെ വീട്ടിന്റെ ഫ്രണ്ടില് സാധനം ചാടി കൊടുത്തിട്ട് പോയിക്കോളൂ. പൈസ പോലും വേണ്ട എനിക്ക്. താങ്ക്സ് അമ്മാവ. ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബൈക്ക് വരെ കിട്ടുന്നുണ്ട് പോലെ രമേശ. പിന്നെ പെണ്ണിനെ കിട്ടാൻ പണി ഒരു തരത്തിൽ നമ്മൾ റിസ്ക് എടുക്കറേട്ടാ. മോനെങ്ങനെ ആലോചന വരുന്നെന്ന് പറയാൻ പറ്റൂല. മാതാ ഒരു സോഡ എടുത്തേ. നടക്കൂ. ഇവന്റെ എല്ലാം 10 ഇപ്പൊ മുടക്കിയിട്ടുള്ളൂ. സന്തോഷിന്റെ 25 നമ്മള് മുടക്കി. അതല്ല ഒരു കാലം. ഇപ്പൊ എല്ലാം ഫേസ്ബുക്ക് അല്ലേ? അതെ